Welcome to Electron College. So, നമ്മുടെ പ്രീവിയസ് സെഷൻ എ ഡി സിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു. സോ നൗ വി വിൽ കണ്ടിന്യൂ വിത്ത് ദാറ്റ് ടോപ്പിക്. സോ ടൈപ്സ് ഓഫ് എ ഡി സിയെ കുറിച്ചായിരുന്നു നമ്മുടെ ഡിസ്കഷൻ. സോ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എ ഡി സി ഈസ് ഡുവൽ സ്ലോപ്പ് ടൈപ്പ് ഓഫ് എ ഡി സി. സോ ഇൻ ഡുവൽ സ്ലോപ്പ് ടൈപ്പ് ഇവിടെ നമ്മളൊരു ഇൻ്റഗ്രേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരു ഇൻപുട്ട് സിഗ്നൽ, നമ്മുടെ അനലോഗ് ഇൻപുട്ട് സിഗ്നൽ, അതോടൊപ്പം റെഫറൻസ് വോൾട്ടേജ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആസ് വെൽ ആസ് ഒരു കൗണ്ടർ. ബേസിക്കലി യു ആർ യൂസിങ് എ കൗണ്ടർ. So uses an operational amplifier to integrate the analog input. You are integrating the analog input. അപ്പോൾ നമുക്ക് ഈ ലഭിക്കുന്ന ഇൻ്റഗ്രേറ്ററിൻ്റെ ഔട്ട്പുട്ട് നമുക്കറിയാം. ഇറ്റ് വിൽ ബി എ റാമ്പ് ഹൂസ് സ്ലോപ്പ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ ഇൻപുട്ട് സിഗ്നൽ. സോ ദ ഔട്ട്പുട്ട് ഓഫ് ഇൻ്റഗ്രേറ്റർ ഈസ് എ റാമ്പ് ഹൂസ് സ്ലോപ്പ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഇൻപുട്ട് സിഗ്നൽ. ആൻഡ് ഈ റാമ്പ് സിഗ്നൽ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ കൗണ്ടർ കൺട്രോൾ ചെയ്യുന്നത്. സോ കൗണ്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ ഇൻപുട്ട് സിഗ്നൽ. ബിക്കോസ് ഇൻപുട്ട് സിഗ്നൽ ഇൻ്റഗ്രേറ്ററിലോട്ട് അപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റർ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ റാമ്പ്. ആൻഡ് ദ റാമ്പ് കൺട്രോൾസ് ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ദ കൗണ്ടർ. അപ്പോൾ കൗണ്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ദാറ്റ് വിൽ ബി ഡിജിറ്റൽ. ഇറ്റ് വിൽ ബി എ ബൈനറി വാല്യൂ. ആൻഡ് ആ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ അനലോഗ് സിഗ്നൽ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് നമ്മളിവിടെ നമ്മുടെ ഇൻപുട്ട് അനലോഗ് സിഗ്നലിനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ദ വോൾട്ടേജ് റീച്ച്ഡ് ബൈ ദ റാമ്പ് കൺട്രോൾസ് ദ അമൗണ്ട് ഓഫ് ടൈം ദാറ്റ് ദ ബൈനറി കൗണ്ടർ ഈസ് അലൗഡ് ടു കൗണ്ട്. അപ്പോൾ ബൈനറി കൗണ്ടറിൻ്റെ കൗണ്ട് സീറോയിൽ നിന്നും ഏത് വാല്യൂ വരെ കൗണ്ട് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഈ റാമ്പിൻ്റെ വോൾട്ടേജാണ്. സോ ദസ് ദ ബൈനറി നമ്പർ പ്രൊപ്പോർഷണൽ ടു ദ ഇൻപുട്ട് സിഗ്നൽ വിൽ ബി ഒബ്റ്റൈൻഡ്. സോ ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സോ ഒരു ബേസിക് ഡുവൽ സ്ലോപ്പ് ടൈപ്പ് എ ഡി സി ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നൗ ഇവിടെ ഇതാണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് വി എ ആൻഡ് വി ആർ ഈസ് അവർ റെഫറൻസ് വോൾട്ടേജ്. സോ ഇവിടെ ഒരു സ്വിച്ച് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഈ സ്വിച്ച് യൂസ് ചെയ്തിട്ട് എയ്തർ ഇൻപുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ റെഫറൻസ് വോൾട്ടേജ് നമുക്ക് ഈ സർക്യൂട്ടിലോട്ട് ഇൻപുട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യാം. ഇൻപുട്ട് വോൾട്ടേജ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെങ്കിൽ സ്വിച്ച് അതിനനുസരിച്ച് മൂവ് ചെയ്യുക. റെഫറൻസ് വോൾട്ടേജ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെങ്കിൽ സ്വിച്ച് ആ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുക. ആൻഡ് യു ആർ യൂസിങ് ആൻ ഇൻ്റഗ്രേറ്റർ. ഒരു ഇൻ്റഗ്രേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഇൻപുട്ട് ആസ് വെൽ ആസ് റെഫറൻസ് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്നത് നെഗറ്റീവ് ടെർമിനലിലോട്ടാണ്. ആൻഡ് യു ആർ യൂസിങ് റെസിസ്റ്റർ ആൻഡ് കപ്പാസിറ്റർ ആർ ആൻഡ് സി. ഇവിടെ ആറിൻ്റെയും സിയുടെയും വാല്യൂ ഫിക്സ്ഡ് ആണ്. ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ഇൻ്റഗ്രേറ്റർ നമ്മൾ പിന്നെ ഒരു കമ്പാരറ്ററിലോട്ടാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ കമ്പാരറ്റർ ഇവിടെ ഒരു പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും അവൈലബിൾ ആണ്. അപ്പോൾ ഇൻ്റഗ്രേറ്ററിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഈ പോസിറ്റീവ് ടെർമിനലാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കമ്പാരറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഒരു കമ്പാരറ്ററിൻ്റെ ബേസിക് ഓപ്പറേഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ഇഫ് ദ വാല്യൂ ഇൻ ദ പോസിറ്റീവ് ടെർമിനൽ ഈസ് ഗ്രേറ്റർ ദാൻ ദ നെഗറ്റീവ് ടെർമിനൽ, ദ ഔട്ട്പുട്ട് ഓഫ് കമ്പാരറ്റർ വിൽ ബി ലോജിക്കലി ഹൈ. പോസിറ്റീവ് ടെർമിനലിലെ വാല്യൂ നെഗറ്റീവ് ടെർമിനലിനേക്കാൾ ഹയർ ആണെങ്കിൽ ഔട്ട്പുട്ട് ഓഫ് കമ്പാരറ്റർ വിൽ ബി ലോജിക്കലി ഹൈ. അതർവൈസ് ദ ഔട്ട്പുട്ട് ഓഫ് കമ്പാരറ്റർ വിൽ ബി ലോജിക്കലി സീറോ. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ദെൻ യു ആർ യൂസിങ് എ ആൻഡ് ഗേറ്റ്. ആൻഡ് ഫൈനലി നമ്മളൊരു കൗണ്ടർ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ കൗണ്ടർ ബേസിക്കലി ഇറ്റ് ഈസ് എ അപ്പ് കൗണ്ടർ. അപ്പോൾ കൗണ്ടറിൻ്റെ ബേസിക് ഓപ്പറേഷൻ നമുക്കറിയാമല്ലോ. കൗണ്ടർ ബേസിക്കലി കൗണ്ട് ചെയ്യും. അപ്പോൾ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോയിൽ നിന്നാണ്. സീറോയിൽ നിന്നും ഒരു മാക്സിമം വാല്യൂ വരെ അത് കൗണ്ട് ചെയ്യും. സോ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ദ മാക്സിമം വാല്യൂ വിൽ ബി ഇറ്റ് വിൽ ബി ഈക്വൽ ടു 2 power n minus 1. ദിസ് വിൽ ബി ദ മാക്സിമം വാല്യൂ. അതായത് 8-bit കൗണ്ടർ ആണെങ്കിൽ, ഇഫ് യു ആർ യൂസിങ് എ 8-bit കൗണ്ടർ, ദ മാക്സിമം വാല്യൂ വിൽ ബി 2 power n minus 1, ദാറ്റ് ഈസ് 255. സോ ഇറ്റ് വിൽ കൗണ്ട് ഫ്രം 0 to 255. ഇപ്പോൾ 3-bit കൗണ്ടർ ആണെങ്കിൽ ഇറ്റ് വിൽ കൗണ്ട് ഫ്രം 0 to 7. അപ്പോൾ ദാറ്റ് വിൽ ബി ദ മാക്സിമം വാല്യൂ. ആ മാക്സിമം വാല്യൂ വരെ ആയിരിക്കും ഈ കൗണ്ടർ കൗണ്ട് ചെയ്യുക. അപ്പോൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ദ കൗണ്ടർ വിൽ അഗെയിൻ ഗോ ടു 0. മാക്സിമം വാല്യൂ കഴിഞ്ഞിട്ട് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇറ്റ് വിൽ ഗോ അഗെയിൻ ടു 0 ആൻഡ് ദിസ് പ്രോസസ് വിൽ ബി റിപ്പീറ്റഡ്. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. നൗ ഈ സർക്യൂട്ട് എങ്ങനെയാണ് നമ്മുടെ അനലോഗ് ഇൻപുട്ട് സിഗ്നൽ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ആവുന്നതെന്നുള്ളത് നോക്കാം. നൗ ഇവിടെ വരിക ഇൻപുട്ട് സിഗ്നൽ വി എ. അപ്പോൾ ഇവിടെ ഇൻപുട്ട് സിഗ്നൽ അനലോഗ് ഇൻപുട്ട് സിഗ്നൽ വി എ നെഗറ്റീവാണ്. റെഫറൻസ് വോൾട്ടേജ് വി ആർ പോസിറ്റീവാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക,
സോ ഇൻ ദിസ് ടൈപ്പ് ഓഫ് എ ഡി സി നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജും റെഫറൻസ് വോൾട്ടേജും എപ്പോഴും ഓപ്പോസിറ്റ് പൊലാരിറ്റി ആയിരിക്കണം. അതായത് വി എ നെഗറ്റീവ് ആണെങ്കിൽ റെഫറൻസ് വോൾട്ടേജ് ഷുഡ് ബി പോസിറ്റീവ്, റെഫറൻസ് വോൾട്ടേജ് നെഗറ്റീവ് ആണെങ്കിൽ അനലോഗ് ഇൻപുട്ട് വോൾട്ടേജ് ഷുഡ് ബി പോസിറ്റീവ്. സോ നൗ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇൻപുട്ട് വോൾട്ടേജ് അതായത് വി എ ഇൻ്റഗ്രേറ്ററിലോട്ട് പാസ് ചെയ്യും. ഐ മീൻ ഈ സ്വിച്ചിൻ്റെ ഡയറക്ഷൻ ഇൻപുട്ട് വോൾട്ടേജിലോട്ട് മൂവ് ചെയ്യണം. സോ ഇൻപുട്ട് വോൾട്ടേജ് ഇൻ്റഗ്രേറ്ററിലോട്ട് അപ്ലൈ ചെയ്യുന്നു. സോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ദ ഔട്ട്പുട്ട് ഓഫ് ഇൻ്റഗ്രേറ്റർ വി നോട്ട്. സോ വി നോട്ട് ഈസ് ഈക്വൽ ടു ലെറ്റ് ദിസ് ബി വി നോട്ട്. നമുക്കിതിനെ വി നോട്ട് എന്ന് എടുക്കാം, ഔട്ട്പുട്ട് ഓഫ് ഇൻ്റഗ്രേറ്റർ. സോ വി നോട്ട് ഈസ് ഈക്വൽ ടു മൈനസ് 1/RC ഇൻ്റഗ്രൽ വി ഇൻ ഡി ടി. വി ഇൻ ഇസ് ദ ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ ഇവിടെ ദിസ് ഈസ് മൈനസ് 1/RC ഇൻ്റഗ്രൽ 0 to വി വിൽ ടേക്ക് ഇറ്റ് എസ് ടി, ടൈം ഇൻ്റർവൽ 0 to t എന്നെടുക്കാം. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് വി എ ആണ്, ശരിയല്ലേ? വി എ ഓഫ് ഡി ടി, സോറി വി എ ഓഫ് വി എ ഡി ടി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു minus 1/RC of VA T. So this will be the output. So ഈ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും ഇൻ്റഗ്രേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുക. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കുക, വി എ ഇറ്റ് ഈസ് നെഗറ്റീവ്, വി എ നെഗറ്റീവ് ആയിരിക്കും. സോ ദിസ് ഔട്ട്പുട്ട് വി നോട്ട്, ദിസ് ഔട്ട്പുട്ട് വി നോട്ട് ഈസ് ഫെഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ കമ്പാരറ്റർ, അല്ലേ? ഇൻ്റഗ്രേറ്റർ കഴിഞ്ഞിട്ട് ദ നെക്സ്റ്റ് സ്റ്റേജിൽ കമ്പാരറ്ററാണ്. അപ്പോൾ ഈ ഒരു ഔട്ട്പുട്ട് വി നോട്ട്, അതായത് നമ്മുടെ അനലോഗ് ഇൻപുട്ട് സിഗ്നൽ, നെഗറ്റീവ് അനലോഗ് ഇൻപുട്ട് സിഗ്നലിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് വി നോട്ട്, ദിസ് വി നോട്ട് വിൽ ബി ഫെഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ കമ്പാരറ്റർ. കമ്പാരറ്ററിൻ്റെ ഔട്ട്പുട്ട് ബേസിക്കലി നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം. കമ്പാരറ്ററിൻ്റെ ഔട്ട്പുട്ട് പോസിറ്റീവ് ടെർമിനലിലെ വാല്യൂ ഹയർ ആണെങ്കിൽ, പോസിറ്റീവ് ടെർമിനലിലെ വാല്യൂ നെഗറ്റീവ് ടെർമിനലിനേക്കാൾ ഹയർ ആണെങ്കിൽ ഔട്ട്പുട്ട് ഓഫ് കമ്പാരറ്റർ വിൽ ബി ലോജിക്കലി 1. അപ്പോൾ നമുക്ക് ലഭിച്ച വി നോട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൈനസ് 1/RC വി എ ഓഫ് ടി. പക്ഷേ നമുക്കറിയാം വി എ ഈസ് നെഗറ്റീവ്, അല്ലേ? നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് വി എ നെഗറ്റീവ് ആണ്. സോ ദിസ് ക്വാണ്ടിറ്റി വിൽ ബി പോസിറ്റീവ്, അല്ലേ? ദിസ് ക്വാണ്ടിറ്റി വി നോട്ട് ഈക്വൽ ടു മൈനസ് 1/RC ഓഫ് മൈനസ് വി എ ടി. സോ ദിസ് ക്വാണ്ടിറ്റി വിൽ ബി പോസിറ്റീവ് ആൻഡ് വി നോട്ട് ഈസ് ഗോയിങ് ടു ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എനിവേ ഗ്രേറ്റർ ദാൻ 0. സോ അപ്പോൾ ഈ വി നോട്ടാണ് നമ്മൾ കമ്പാരറ്ററിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. കമ്പാരറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ഗ്രൗണ്ടഡ് ആണ്. ഗ്രൗണ്ടഡ് എന്ന് പറയുമ്പോൾ ദിസ് വാല്യൂ വിൽ ബി 0. സോ ഇപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ വി നോട്ട് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0, അല്ലേ? ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. സോ ദാറ്റ് മീൻസ് ദ വാല്യൂ വി നോട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ദ വാല്യൂ ഇൻ ദ നെഗറ്റീവ് ടെർമിനൽ. അപ്പോൾ കമ്പാരറ്റർ വിൽ പ്രൊഡ്യൂസ് എ ലോജിക്കൽ 1. ദി ഔട്ട്പുട്ട് ഓഫ് ദ കമ്പാരറ്റർ വിൽ ബി ഹൈ, ലോജിക്കൽ 1. സോ നൗ നമ്മൾ ആൻഡ് ഗേറ്റ്, ആൻഡ് ഗേറ്റിൽ ഇൻപുട്ട് 1 ആണ്. സോ ഇൻപുട്ട് 1 ആണെങ്കിൽ വി നോ ദ ഫങ്ഷൻ ഓഫ് ആൻ ആൻഡ് ഗേറ്റ്, അല്ലേ? ഇൻപുട്ട് 1 ആണെങ്കിൽ ക്ലോക്ക്, ദിസ് ക്ലോക്ക് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ആൻഡ് ഗേറ്റ്, അല്ലേ? ഫസ്റ്റ് ടെർമിനൽ ഇൻപുട്ട് 1 ആണ്, സെക്കൻഡ് ടെർമിനൽ ക്ലോക്ക് ആണ്. അപ്പോൾ ആൻഡ് ഗേറ്റ് വിൽ ബി ആക്ടിവേറ്റഡ് ആൻഡ് ഈ ക്ലോക്ക് തന്നെ ആയിരിക്കും, ക്ലോക്കിൻ്റെ വാല്യൂ എന്താണോ അത് തന്നെ ആയിരിക്കും ഇവിടെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ആൻഡ് ഈ ക്ലോക്ക് കൗണ്ടറിലോട്ട് പാസ് ചെയ്യുന്നു. അപ്പോൾ കൗണ്ടർ ക്ലോക്ക് റിസീവ് ചെയ്യുമ്പോൾ കൗണ്ടർ വിൽ സ്റ്റാർട്ട് കൗണ്ടിങ്. കൗണ്ടർ ഇപ്പോൾ കൗണ്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ 0യിൽ നിന്നും കൗണ്ടർ കൗണ്ട് ചെയ്യാൻ തുടങ്ങും. കൗണ്ട് ചെയ്തിട്ട് കൗണ്ടർ വിൽ കൗണ്ട് ടിൽ ദ മാക്സിമം വാല്യൂ. ആഫ്റ്റർ റീച്ചിങ് ദ മാക്സിമം വാല്യൂ ഇറ്റ് വിൽ ഗോ ടു 0. മാക്സിമം വാല്യൂ എത്തിയതിന് ശേഷം അത് 0യിലേക്ക് പോകുന്നു. അപ്പോൾ 1 റൗണ്ട് ഓഫ് കൗണ്ടിങ് അത് കംപ്ലീറ്റ് ചെയ്തു. ഈ 0യിലേക്ക് വരുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇറ്റ് വിൽ ആക്ടിവേറ്റ് ദ കൺട്രോൾ സർക്യൂട്ട്. ഇവിടെ ഒരു കൺട്രോൾ സർക്യൂട്ട് അവൈലബിൾ ആണ്. അപ്പോൾ കൗണ്ടിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് കൗണ്ട് 0 ആവുമ്പോൾ ഇറ്റ് വിൽ ആക്ടിവേറ്റ് ദ കൺട്രോൾ സർക്യൂട്ട്. അപ്പോൾ കൺട്രോൾ സർക്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഇറ്റ് വിൽ മൂവ് ദ സ്വിച്ച് ഫ്രം ദ ഇൻപുട്ട് വോൾട്ടേജ് വി എ ടു ദ റെഫറൻസ് വോൾട്ടേജ്. ഇപ്പോൾ നമ്മുടെ സ്വിച്ച് ശരിക്കും അനലോഗ് ഇൻപുട്ട് വോൾട്ടേജിലായിരുന്നല്ലോ. അപ്പോൾ ഈ കൗണ്ട് ഇവിടെ 0 ആവുമ്പോൾ അത് കൺട്രോൾ സർക്യൂട്ടിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് കൺട്രോൾ സർക്യൂട്ട് ഈ റെഫറൻസ് വോൾട്ടേജിലോട്ട്, സ്വിച്ചിനെ റെഫറൻസ് വോൾട്ടേജിലോട്ട് മൂവ് ചെയ്യുന്നു. അതായത് നൗ റെഫറൻസ് വോൾട്ടേജ് ആയിരിക്കും ഇനി നമ്മൾ ഈ സർക്യൂട്ടിലോട്ട് പ്രൊവൈഡ് ചെയ്യാം.
സോ അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ശരിക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതായത് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജിനെ ഇൻ്റഗ്രേറ്ററിലോട്ട് നമ്മൾ ആദ്യം പാസ് ചെയ്തു. എന്നിട്ട് അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഔട്ട്പുട്ട് ഈസ് വി നോട്ട്, നമ്മളത് കമ്പാരറ്ററിലോട്ട് പാസ് ചെയ്തു. സിൻസ് വി നോട്ട് ഈസ് ഗ്രേറ്റർ ദാൻ 0, കമ്പാരറ്റർ പ്രൊഡ്യൂസ്ഡ് ലോജിക്കൽ 1. അപ്പോൾ ആൻഡ് ഗേറ്റ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിട്ട് ക്ലോക്ക് ജനറേറ്റ് ചെയ്തു. ക്ലോക്ക് ഈസ് പാസ് ടു ദ കൗണ്ടർ കൗണ്ട് ചെയ്തിട്ട് ഫൈനലി യു ഗോട്ട് 0. സോ ദാറ്റ് കംപ്ലീറ്റ്സ് 1 റൗണ്ട്. അപ്പോൾ കൺട്രോൾ സർക്യൂട്ട് വീണ്ടും സ്വിച്ചിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇനി നമ്മൾ റെഫറൻസ് വോൾട്ടേജ് ഇൻ്റഗ്രേറ്ററിലോട്ട് പാസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്കറിയാം റെഫറൻസ് വോൾട്ടേജ് പോസിറ്റീവാണ്. സോ റെഫറൻസ് വോൾട്ടേജിന് ഇൻ്റഗ്രേറ്ററിലോട്ട് പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. സോ വി നോട്ട് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഓഫ് ഇൻ്റഗ്രേറ്റർ ബൈ ദ റെഫറൻസ് വോൾട്ടേജ്. ഇപ്പോൾ നിങ്ങൾ റെഫറൻസ് വോൾട്ടേജ് ആണ് പാസ് ചെയ്യുന്നത്. സോ നമുക്കറിയാം വി നോട്ട് ഈക്വൽ ടു ബൈ ആർ സി 1/RC ഇൻ്റഗ്രൽ 0 to t V in dt. This is the basic output. So that is equal to minus 1/RC integral. So our input is reference voltage, but നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം ആൾറെഡി ഇൻ്റഗ്രേറ്റർ നമ്മുടെ അനലോഗ് വോൾട്ടേജിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ വാല്യൂ ഇപ്പോഴും അവൈലബിൾ ആണ്. ദാറ്റ് വാല്യൂ ഈസ് സ്റ്റിൽ അവൈലബിൾ. അത് ഇൻ്റഗ്രേറ്ററിൽ നിന്നും പോയിട്ടില്ല. സോ minus 1/RC we'll take it as 0 to t1 VA dt, that is നമ്മൾ ആദ്യം പ്രൊവൈഡ് ചെയ്ത ഇൻപുട്ട് വോൾട്ടേജ് പ്ലസ് ഇൻ്റഗ്രൽ t1 to t VR, that is our reference voltage, VR dt. So that is equal to minus 1/RC. This is VA അല്ലേ, നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് VA ആണ്, V നോട്ട് അല്ല. So VA of t1 plus now reference voltage VR of t minus t1. So this will be our output V naught. ശരിയല്ലേ? So now this will be our new output V naught. Now ഇവിടെ see V naught, now this component VA is actually negative. Input voltage negative ആണ്. This is the negative value. അപ്പോൾ ഈ ടോട്ടൽ ടേം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി പോസിറ്റീവ് ആൻഡ് ദിസ് റെഫറൻസ് വോൾട്ടേജ് ഈസ് പോസിറ്റീവ്. സോ നൗ ഇഫ് യു ജസ്റ്റ് പ്ലോട്ട് ദിസ്, ഈ ഔട്ട്പുട്ട് ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ദിസ് ഈസ് വി നോട്ട് ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ടൈം ടി. സോ യു വിൽ ഗെറ്റ് എ സ്ലോപ്പ്, യു വിൽ ഗെറ്റ് എ റാമ്പ് വിത്ത് എ സ്ലോപ്പ് ആൻഡ് ദിസ് ഈസ് എ പോസിറ്റീവ് സ്ലോപ്പ് അല്ലേ. ഈ ടേം ശ്രദ്ധിക്കുക, ദിസ് ഈസ് ആക്ച്വലി minus VA by RC. So ഇവിടെ minus VA by RC, since VA is negative, VA already negative ആയതുകൊണ്ട് this will create a positive slope. അപ്പോൾ അതാണ് ഈ സ്ലോപ്പ്. then ഈ remaining value, this slope will be negative because this is minus VR by RC. This is minus VR by RC. So it is creating a negative slope അല്ലേ. VR പോസിറ്റീവ് ആണ്. സോ മൈനസ് VR by RC it is creating a negative slope. സോ ഈ രീതിയിലൊരു സ്ലോപ്പ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. അതായത് I will just plot it here. So you will be getting something like ramp with a positive slope and then a negative slope. So this is V naught. സോ ഇത് നമ്മുടെ അനലോഗ്, ഈ ഒരു പോസിറ്റീവ് സ്ലോപ്പ് നമ്മുടെ അനലോഗ് ഇൻപുട്ട് വോൾട്ടേജിലൂടെ വന്നതാണ്. ഈ ഒരു നെഗറ്റീവ് സ്ലോപ്പ് നമ്മുടെ റെഫറൻസ് വോൾട്ടേജിലൂടെ നമ്മൾ ജനറേറ്റ് ചെയ്തു. ആൻഡ് നൗ വി വിൽ സീ വാട്ട് ഹാപ്പൻസ്. സോ നൗ സി ലെറ്റ് ദിസ് ബി T2, അതായത് ലെറ്റ് ദിസ് പോയിന്റ്, ഈ സിഗ്നൽ ഈ റാമ്പ് ഈ 0 മീറ്റ് ചെയ്യുന്ന പോയിന്റ്, ദിസ് പോയിന്റ് ഈസ് T2. സോ ഈ പോയിന്റിൽ നിന്നും ആദ്യം ഒരു പോസിറ്റീവ് സ്ലോപ്പിലോട്ട് പോകുന്നു, ദെൻ ഇത് നെഗറ്റീവ് സ്ലോപ്പിലോട്ട് വരുന്നു. അപ്പോൾ ഈ റീജിയൻ മുഴുവൻ ഈ വി നോട്ടിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്കറിയാം. വി നോട്ടിൻ്റെ വാല്യൂ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0, ശരിയല്ലേ. ഈ ഒരു റീജിയൻ പ്ലസ് ഈ ഒരു റീജിയൻ, ഈ പോയിന്റ് വരെ ഫ്രം 0 ടു ദിസ് പോയിന്റ് വി നോട്ടിൻ്റെ വാല്യൂ പോസിറ്റീവാണ്, അതായത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പം ത്രൂ ഔട്ട് ദിസ് റീജിയൻ the positive terminal of the comparator is higher than the negative terminal of the comparator അല്ലേ. നെഗറ്റീവ് ടെർമിനൽ 0 ആണ്. അപ്പോൾ ഈ ഒരു റീജിയനിൽ വി നോട്ട് ഈസ് കംപ്ലീറ്റ്ലി ഗ്രേറ്റർ ദാൻ 0. സോ ദാറ്റ് മീൻസ് ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ കമ്പാരറ്റർ ഈസ് അറ്റ് എ ഹയർ വാല്യൂ. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് ലോജിക്കൽ 1 ആയിരിക്കും. ആൻഡ്
അപ്പോൾ അത് ആൻഡ് ഗേറ്റിനെ എനേബിൾ ചെയ്യും. സോ ക്ലോക്ക് വിൽ ബി ഗിവൺ അസ് ദി ഔട്ട്പുട്ട്. അത് കൗണ്ടറിനെ റീച്ച് ചെയ്യും. കൗണ്ടർ അപ്പോൾ എനേബിൾ ആയിട്ട് കൗണ്ടർ കൗണ്ട് ചെയ്യും. ശരിയല്ലേ? കൗണ്ടർ വിൽ കൗണ്ട് ആണ് 0. ഇറ്റ് വിൽ സ്റ്റാർട്ട് കൗണ്ടിങ് 0. ഇറ്റ് വിൽ സ്റ്റാർട്ട് കൗണ്ടിങ് ഫ്രം 0. അപ്പോൾ കൗണ്ടർ ഈസ് സ്റ്റിൽ കൗണ്ടിങ് ആൻഡ് ഈ പോയിന്റ് വരെ till this point the counter will count, because ഈ പോയിന്റ് വരെ the value of V0 is greater than 0. So comparator will produce 1 and clock will be supplied and counter will count. Now ഇതിന് ശേഷം എന്തായിരിക്കും സംഭവിക്കുക? ഈ ഇൻ്റഗ്രേഷൻ കണ്ടിന്യൂ ചെയ്തിട്ട് ഇതിന് ശേഷം that means when the value of V0 is negative, when the value of V0 becomes negative, when the value of V0 becomes negative, അതായത് V0 നെഗറ്റീവ് ആകുമ്പോൾ the positive terminal of the comparator becomes less than 0, less than the negative terminal of the comparator. ആ ഒരു പോയിന്റിൽ this output will be 0. So when this output comes to 0, ആൻഡ് ഗേറ്റ് ഡിസേബിൾ ആവും അല്ലേ? ആൻഡ് ഗേറ്റിനെ ഡിസേബിൾ ചെയ്യുന്നു. 0 ആണെങ്കിൽ പിന്നെ ക്ലോക്ക് ഇങ്ങോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യത്തില്ല. ദ ഔട്ട്പുട്ട് ഓഫ് ആൻഡ് ഗേറ്റ് വിൽ ബി 0. ക്ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ അത് കൗണ്ടറിനെ സ്റ്റോപ്പ് ചെയ്യും. കൗണ്ടർ വിൽ ബി സ്റ്റോപ്ഡ്. അപ്പോൾ കൗണ്ടറിനെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ആ പോയിന്റിൽ കൗണ്ടറിൻ്റെ വാല്യൂ എന്താണോ, കൗണ്ടർ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നല്ലോ, അപ്പോൾ കൗണ്ടറിനെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ആ പോയിന്റിൽ കൗണ്ടറിൻ്റെ വാല്യൂ എന്താണോ ദാറ്റ് വിൽ ബി ടേക്കൺ ആസ് ദ ബൈനറി ഔട്ട്പുട്ട്. So that completes one round of conversion. So now ഈ പ്രോസസ് ഇനി റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ again you have to move the switch to the analog input voltage VA. So the concept is very simple. നമ്മൾ ആദ്യം അനലോഗ് ഇൻപുട്ട് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ നൗ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു ആൻഡ് ഇറ്റ് വിൽ ക്രിയേറ്റ് എ പോസിറ്റീവ് സ്ലോപ്പ് ആക്ച്വലി. അപ്പോൾ ഇതിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് V0, അപ്പോൾ V0ൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ നെഗറ്റീവ് ടെർമിനൽ ആയതുകൊണ്ട് ഔട്ട്പുട്ട് കമ്പാരറ്റർ ഔട്ട്പുട്ട് 1 ജനറേറ്റ് ചെയ്യുന്നു ആൻഡ് ക്ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. സോ കൗണ്ടർ കൗണ്ട് ചെയ്യുന്നു. കൗണ്ട് ചെയ്ത് കൗണ്ടർ ഗോസ് ടു 0 ആദ്യം. അപ്പോൾ അതിക്ക് നമ്മൾ കൺട്രോൾ സർക്യൂട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്വിച്ചിനെ റെഫറൻസ് വോൾട്ടേജിലോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നൗ നമ്മൾ റെഫറൻസ് വോൾട്ടേജിനെ ഇൻ്റഗ്രേറ്ററിലോട്ട് പാസ് ചെയ്യുന്നു. നൗ V0 ഔട്ട്പുട്ട്, ആ V0 ഔട്ട്പുട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ആദ്യം ഒരു പോസിറ്റീവ് സ്ലോപ്പും പിന്നെ ഒരു നെഗറ്റീവ് സ്ലോപ്പും നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു റീജിയനിൽ പോസിറ്റീവ് ടു ദ നെഗറ്റീവ്, അതായത് ഫ്രം 0 ടു തിരിച്ച് ഈ പോയിന്റ് 0 ആവുന്നത് വരെ ഈ V0ൻ്റെ വാല്യൂ പോസിറ്റീവ് ടെർമിനൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ കമ്പാരറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലോജിക്കൽ 1 ആയിരിക്കും. അപ്പോൾ ക്ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. കൗണ്ടർ കൗണ്ട് ചെയ്തിട്ട് ഇറ്റ് വിൽ കണ്ടിന്യൂ കൗണ്ടിങ്. ആൻഡ് ഈ പോയിന്റ് ക്രോസ് ചെയ്യുമ്പോൾ, ഈ 0 പോയിന്റ് ക്രോസ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്, കമ്പാരറ്റർ will create 0. ഔട്ട്പുട്ട് ഓഫ് കമ്പാരറ്റർ വിൽ ബി 0. അപ്പോൾ ക്ലോക്ക് സ്റ്റോപ്പ് ചെയ്യും. ക്ലോക്ക് പിന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യത്തില്ല, കാരണം ആൻഡ് ഗേറ്റ് ഡിസേബിൾഡ് ആണ്. അപ്പോൾ കൗണ്ടർ അവിടെ കൗണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നു. ആ വാല്യൂ, ആ എക്സിസ്റ്റിംഗ് വാല്യൂ എന്താണോ നമ്മൾ ആ വാല്യൂ ആയിരിക്കും നമ്മുടെ ബൈനറി വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ദാറ്റ് വിൽ, അപ്പോൾ നമ്മുടെ ഒരു 1 റൗണ്ട് ഓഫ് കൺവേർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതായത് അനലോഗ് വി ഇൻപുട്ട് അനലോഗ് സിഗ്നലിനെ നമ്മൾ ഡിജിറ്റലി അവിടെ കൺവേർട്ട് ചെയ്തു. ആൻഡ് ഈ പ്രോസസ്സ് വേണമെങ്കിൽ ഇനി റിപ്പീറ്റ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും അനലോഗ് സിഗ്നലിനെ വീണ്ടും നമ്മൾ ഇൻപുട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് സോ നൗ ഇതൊരു അഡ്വാൻറ്റേജസ് നോക്കാം. ഡുവൽ സ്ലോപ്പ് ടൈപ്പ് ADC ഇറ്റ് ഈസ് വെരി ലോ സെൻസിറ്റീവ് ടു നോയ്സ് ആൻഡ് വേരിയേഷൻസ് ഇൻ ടെമ്പറേച്ചർ. ബിക്കോസ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കൗണ്ടറിൻ്റെ ഔട്ട്പുട്ടാണ്. സോ ദിസ് ഔട്ട്പുട്ട് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺലി ഓൺ ദ ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ദ റെഫറൻസ് വോൾട്ടേജ്. നമ്മളിവിടെ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ കൗണ്ടറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺലി ഓൺ ദിസ് ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ദ റെഫറൻസ് വോൾട്ടേജ്. വേറെ റെസിസ്റ്ററോ ആയിട്ടോ കപ്പാസിറ്ററോ ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോമ്പോണൻസ്, പ്രസിഷൻ കോമ്പോണൻസോ ആയിട്ടോ ഒന്നും എന്ന് റിലേഷൻ ഇല്ല. സോ ഇറ്റ് മീൻസ് ദാറ്റ് കോമ്പോണൻസ് വേരിയേഷൻസ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ വേരിയേഷൻസ് കൊണ്ട് കോമ്പോണൻസിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഡുവൽ സ്ലോപ്പ് ടൈപ്പ് ADCയെ ബാധിക്കുന്നില്ല. സോ ഇറ്റ് ഈസ് വെരി ലോ സെൻസിറ്റീവ് ടു നോയ്സ് ആൻഡ് വേരിയേഷൻസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ് ഓൾസോ ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ പ്രസിഷൻ കോമ്പോണൻസ്. ബട്ട് ദ ഓൺലി ഡിസഡ്വാൻറ്റേജ് ഈസ് ഇറ്റ് ഹാസ് എ ലാർജ് കൺവേർഷൻ ടൈം. ഡുവൽ സ്ലോപ്പ് ADC എന്ന് പറയുന്നത് വൺ ഓഫ് ദ സ്ലോവസ്റ്റ് കൺവേർട്ടേഴ്സ് ആണ്. ദാറ്റ് ഈസ് ദ ഓൺലി ഡിസഡ്വാൻറ്റേജ് ഓഫ് ഡുവൽ സ്ലോപ്പ് ടൈപ്പ് ADC. So now next type of ADC ലോട്ട് പോവാം. So next type of ADC is successive approximation ADC. So this type of ADC, the advantage is that it has a shorter conversion time. Analog to digital conversion time shorter ആണ്. ആൻഡ് ഇവിടെ നമ്മളൊരു DAC യൂസ് ചെയ്യുന്നുണ്ട്, കമ്പാരറ്റർ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു ഔട്ട്പുട്ട് രജിസ്റ്ററും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് പ്ലസ് വി വിൽ ഓൾസോ യൂസ് എ കൺട്രോൾ ലോജിക്. സോ സക്സസീവ് അപ്രോക്സിമേഷൻ ടൈപ്പ് ADCയുടെ റിപ്രസെൻറ്റേഷൻ ആണിത്.
ഹിയർ യു ആർ യൂസിങ് എ കമ്പാരറ്റർ. ഇപ്പോൾ കമ്പാരറ്റർ യു ഹാവ് 2 ടെർമിനൽസ് അല്ലേ. ഫസ്റ്റ് ടെർമിനലിൽ, പോസിറ്റീവ് ടെർമിനലിൽ നമ്മുടെ അനലോഗ് ഇൻപുട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. നെഗറ്റീവ് ടെർമിനൽ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ ഔട്ട്പുട്ട് ഓഫ് ഡി എ സി. സോ ഇവിടെ ഒരു ഡി എ സി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഡി എ സിയുടെ ഔട്ട്പുട്ട് ആയിരിക്കും നമ്മൾ ഈ നെഗറ്റീവ് ടെർമിനലിലോട്ട് കണക്ട് ചെയ്തിരിക്കുക. പിന്നെ ഒരു കൺട്രോൾ ലോജിക് ആൻഡ് ഒരു ഔട്ട്പുട്ട് രജിസ്റ്റർ. അതോടൊപ്പം ഈ സിഗ്നൽസ് ശ്രദ്ധിക്കുക. ക്ലോക്ക് സിഗ്നൽ സ്റ്റാർട്ട് അത് കൺവേർഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സിഗ്നൽ. ആൻഡ് ഇ ഒ സി ഈസ് എൻഡ് ഓഫ് കൺവേർഷൻ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദി കൺവേർഷൻ ഈസ് കംപ്ലീറ്റ്. അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ദാറ്റ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ഫ്രം ദിസ് സിഗ്നൽ. മാത്രമല്ല നമ്മുടെ കൺവെർട്ടഡ് ആയ ഡേറ്റ ഔട്ട്പുട്ട് ലൈൻസിലൂടെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ നമ്മൾ ഈ സിഗ്നലായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ബേസിക് ഓപ്പറേഷൻ വളരെ സിമ്പിളാണ്. ബേസിക്കലി ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഡി എ സിയിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ബിറ്റ്സ് അല്ലെങ്കിൽ ഈ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബിറ്റ്സിൽ ഓരോ ക്ലോക്ക് പൾസിലും നമ്മൾ ഓരോ ബിറ്റ് വീതം ചേഞ്ച് ചെയ്യുന്നു. സ്റ്റാർട്ടിങ് ഫ്രം ദ എം എസ് ബി ഓരോ ബിറ്റായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. ഇനിഷ്യലി ഇറ്റ് വിൽ ബി 0 0 0. ഇനിഷ്യലി ഓൾ ബിറ്റ്സ് വിൽ ബി 0. എന്നിട്ട് ഓരോ ക്ലോക്ക് പൾസിലും എം എസ് ബിയിൽ നിന്നും ഓരോ ബിറ്റ് വീതം ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ആ വാല്യൂ ഡി എ സിയിലോട്ട് പ്രൊവൈഡ് ചെയ്തിട്ട് ഡി എ സി അതിൻ്റെ കറസ്പോണ്ടിങ് അനലോഗ് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നു. ആ അനലോഗ് വോൾട്ടേജ് ആയിരിക്കും നമ്മളിവിടെ നെഗറ്റീവ് ടെർമിനലിൽ കൊടുക്കുക. അപ്പോൾ ഈ അനലോഗ് വോൾട്ടേജ് അതായത് ഡി എ സി ഇപ്പോൾ കൺവെർട്ട് ചെയ്ത അനലോഗ് വോൾട്ടേജ് നമ്മുടെ എക്സിസ്റ്റിംഗ് അനലോഗ് ഇൻപുട്ടുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ബേസ്ഡ് ഓൺ ദാറ്റ് കമ്പാരറ്റർ വിൽ പ്രൊഡ്യൂസ് ആൻ ഔട്ട്പുട്ട്. എയ്തർ ലോജിക്കൽ ഹൈ ആയിരിക്കും അല്ലെങ്കിൽ ലോജിക്കൽ 0 ആയിരിക്കും. അത് നമുക്കറിയാം. ഇപ്പോൾ കമ്പാരറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ വാല്യൂ ഗ്രേറ്റർ ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി ലോജിക്കലി ഹൈ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി ലോജിക്കലി ലോ. നൗ ലോജിക്കൽ ഹൈ ആണെങ്കിൽ ഇഫ് കമ്പാരറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വാല്യൂ ലോജിക്കലി ഹൈ അതായത് 1 ആണെങ്കിൽ നമ്മൾ പ്രീവിയസ്ലി ചേഞ്ച് ചെയ്ത ബിറ്റ് ആ വാല്യൂ നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നു. ആ വാല്യൂ നമ്മൾ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇനി അതല്ല കമ്പാരറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വാല്യൂ 0 ആണെങ്കിൽ നമ്മൾ പ്രീവിയസ്ലി ചേഞ്ച് ചെയ്ത ബിറ്റിനെ റീസെറ്റ് ചെയ്യുന്നു. അതായത് പ്രീവിയസ്ലി നമ്മൾ 0യെ 1 ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ബിറ്റിനെ നമ്മൾ വീണ്ടും 0യിലേക്ക് മാറ്റുന്നു. അതായത് റീസെറ്റ് ചെയ്യുന്നു ഇഫ് ദ വാല്യൂ ഓഫ് കമ്പാരറ്റർ ഈസ് 0. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ബിഫോർ ദാറ്റ് ലെറ്റ് us assume that the input voltage, analog input voltage, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന അനലോഗ് ഇൻപുട്ട് വോൾട്ടേജ് ഈസ് 10.3 വോൾട്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യാം. ആൻഡ് ഡി എ സി നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഡി എ സി നമുക്കത് ലെറ്റ് us assume that it is varying from 0 to 15 വോൾട്ട്. അതായത് ബൈനറിയിൽ it is varying from 0 0 0 0 to 1 1 1 1. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഡി എ സിയുടെ ഈ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫോർ 0 0 0 0 ഇറ്റ് വിൽ ജനറേറ്റ് 0 വോൾട്ട് ടു 1 1 1 1 ഇറ്റ് വിൽ ജനറേറ്റ് 15 വോൾട്ട്. പ്രൊപ്പോർഷണലി ഇറ്റ് വിൽ ജനറേറ്റ് ദ അനലോഗ് വോൾട്ടേജ്. അതായിരിക്കും സംഭവിക്കുക. ആൻഡ് ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് നോക്കാം. നൗ ഈ ടാബിൾ കോളം ശ്രദ്ധിക്കുക. സോ യു ഹാവ് ഔട്ട്പുട്ട് രജിസ്റ്റർ, ഡി എ സി, കമ്പാരറ്റർ വാല്യൂ, ആൻഡ് ലെറ്റ് ദിസ് ബി കൺട്രോൾ ലോജിക്. സോ ഇനിഷ്യലി അപ്പോൾ നമുക്കറിയാം ഇനിഷ്യൽ ദ വാല്യൂസ് വിൽ ബി 0 0 0 0 നമ്മുടെ ഔട്ട്പുട്ട് രജിസ്റ്റർ. ഈ രജിസ്റ്ററിൻ്റെ വാല്യൂസാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് കൺട്രോൾ ലോജിക് ഈ രജിസ്റ്ററിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്ന വാല്യൂസ്. ആ വാല്യൂസ് ആയിരിക്കും പിന്നെ ഡി എ സിയിലോട്ട് പോകുന്നത്. അപ്പോൾ ഇനിഷ്യലി ദ വാല്യൂസ് വിൽ ബി ലെറ്റ് us assume that the value will be 0 0 0 0. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ക്ലോക്ക് പൾസ് ആദ്യത്തെ ബിറ്റ് ചേഞ്ച് ചെയ്യുന്നു. ആദ്യത്തെ ബിറ്റ് എന്ന് പറയുമ്പോൾ അത് എം എസ് ബിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക. സോ ദിസ് ഈസ് ദ എം എസ് ബി. സോ ഈ പർട്ടിക്കുലർ ബിറ്റിനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. ഇറ്റ് ഈസ് ചേഞ്ച്ഡ് ടു 1 ആൻഡ് റിമൈനിങ് ബിറ്റ്സ് അതുപോലെ തന്നെ 1 0 0 0. സോ ദിസ് ഈസ് ദ വാല്യൂ ഗിവൺ ബൈ കൺട്രോൾ ലോജിക് ടു ദ ഔട്ട്പുട്ട് രജിസ്റ്റർ. അപ്പോൾ ഔട്ട്പുട്ട് രജിസ്റ്റർ ഈ വാല്യൂവിനെ ഡി എ സിയിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഡി എ സി പോസിബിളി എന്താ ചെയ്യുക, ഈ ഡിജിറ്റൽ വാല്യൂവിനെ അനലോഗായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ 1 0 0 0 എന്ന ഇൻപുട്ട് നമ്മൾ ഡി എ സിയിലോട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് അനലോഗ് നമുക്ക് ലഭിക്കുന്ന വാല്യൂ 8 ആയിരിക്കും അല്ല. ഇറ്റ് വിൽ ബി 8 വോൾട്ട്. നൗ വാട്ട് ഹാപ്പൻസ് this 8 volt DAC provide ചെയ്ത ഈ ഒരു 8 volt this will be given to the input of the comparator in the negative terminal. So comparator അവിടെ ചെയ്യാൻ പോകുന്നത് ഇൻപുട്ട് വോൾട്ടേജും ഈ 8 വോൾട്ടും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്യുമ്പോൾ the positive terminal is greater അല്ലേ, 10.3 is greater than 8. അപ്പോൾ കമ്പാരറ്ററിൻ്റെ ഔട്ട്പുട്ട് it is going to be logically high. So the output of the comparator will be logically it will be high. So logically high ആണെങ്കിൽ നമ്മുടെ പ്രീവിയസ് ബിറ്റ് അതായത് നമ്മൾ ചേഞ്ച് ചെയ്ത ബിറ്റിനെ ആ രീതിയിൽ തന്നെ റീറ്റെയിൻ ചെയ്യാം.
So this will be your new value 1000. Now next clock pulse എന്താ ചെയ്യേണ്ടത്? ഈ എക്സിസ്റ്റിംഗ് വാല്യൂവിൽ നിന്നും നെക്സ്റ്റ് ബിറ്റ് അടുത്ത ബിറ്റിനെ ചേഞ്ച് ചെയ്യുക. നമ്മൾ MSBയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ബിറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ വാല്യൂ. സോ എക്സിസ്റ്റിംഗ് വാല്യൂ ഇപ്പോൾ 1000 ആണ്. സോ അടുത്ത ബിറ്റ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ബിറ്റ്, അതായത് 1100. സോ ദിസ് ബിറ്റ് ഈസ് നൗ 1. ഓക്കെ, ഈ 0 നമ്മൾ 1 ആയിട്ട് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഓരോ ക്ലോക്ക് പൾസിലും ഓരോ ബിറ്റ് വീതം ചേഞ്ച് ചെയ്യാം. സോ നൗ ഈ വാല്യൂ ആയിരിക്കും കൺട്രോൾ ലോജിക് ഔട്ട്പുട്ട് രജിസ്റ്ററിലോട്ട് പ്രൊവൈഡ് ചെയ്യുക. ഔട്ട്പുട്ട് രജിസ്റ്റർ ഇതിനെ DACയിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. DAC ഇതിനെ അനലോഗായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന പോസിബിൾ വാല്യൂ ഇറ്റ് വിൽ ബി 12. ശരിയല്ലേ? ഈ 12 ആയിരിക്കും DAC കമ്പാരറ്ററിലോട്ട് വീണ്ടും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇസ് ഇറ്റ്? സോ നൗ ഇപ്പോൾ DAC പ്രൊഡ്യൂസ് ചെയ്ത വാല്യൂ 12. ഈ 12 നമ്മൾ കമ്പാരറ്ററിൻ്റെ ഇൻപുട്ടിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. സോ നൗ വീണ്ടും കമ്പാരറ്റർ കമ്പയർ ചെയ്യുന്നു. അതായത് അനലോഗ് ഇൻപുട്ട് വോൾട്ടേജ് 10.3 വോൾട്ട് ആണ്. DACയുടെ വാല്യൂ ഔട്ട്പുട്ട് 12 ആണ്. സോ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ സി ദ പോസിറ്റീവ് ടെർമിനൽ വാല്യൂ ഈസ് ലെസർ. പോസിറ്റീവ് ടെർമിനൽ വാല്യൂ 10.3 വോൾട്ട് ഈസ് ലെസർ ദാൻ 12. അപ്പോൾ കമ്പാരറ്റർ വിൽ പ്രൊഡ്യൂസ് എ ലോജിക്കൽ 0. ഇസ് ഇറ്റ്? കമ്പാരറ്റർ വിൽ പ്രൊഡ്യൂസ് എ ലോജിക്കൽ 0. അപ്പോൾ 0 ആണെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്ത ബിറ്റിനെ റീസെറ്റ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്ത ബിറ്റ് 1 ആണ്. സോ അതിനെ റീസെറ്റ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് 1000 അല്ലേ? നമ്മൾ ഈ ബിറ്റ് റീസെറ്റ് ചെയ്തു. നൗ അഗെയിൻ നെക്സ്റ്റ് ക്ലോക്ക് പൾസ്. സോ നെക്സ്റ്റ് ക്ലോക്ക് പൾസ് നെക്സ്റ്റ് ബിറ്റ് ചേഞ്ച് ചെയ്യണം. അടുത്ത ബിറ്റ്, ദിസ് ഈസ് ദ നെക്സ്റ്റ് ബിറ്റ്. ഇങ്ങനെ ഓരോ ക്ലോക്ക് പൾസിലും നമ്മൾ ഓരോ ബിറ്റ് വീതം ചേഞ്ച് ചെയ്യുന്നു. സോ 1010 അല്ലേ? ഈ പർട്ടിക്കുലർ ബിറ്റ് ചേഞ്ച് ചെയ്യുന്നു. ആൻഡ് ദിസ് വിൽ ബി ഗിവൺ ടു ദ DAC. ഇപ്പോൾ DACക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ DAC ഇതിനെ അനലോഗായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ അതിന് പ്രൊപ്പോർഷണലായിട്ട് ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ഇറ്റ് വിൽ ബി 10 വോൾട്ട്. ആൻഡ് ദിസ് 10 വോൾട്ട് വിൽ ബി ഗിവൺ ടു ദ കമ്പാരറ്റർ. കമ്പാരറ്റർ വീണ്ടും അനലോഗ് ഇൻപുട്ടും ഈ 10ഉം തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ഇൻപുട്ട് 10.3 ആണ് ആൻഡ് ഈ വാല്യൂ 10 ആണ്. സോ 10.3 ഈസ് ഗ്രേറ്റർ, അതായത് പോസിറ്റീവ് ടെർമിനൽ വാല്യൂ ഈസ് ഗ്രേറ്റർ. അപ്പോൾ കമ്പാരറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലോജിക്കലി ഹൈ ആയിരിക്കും. ഇപ്പോൾ ലോജിക്കലി ഹൈ ആണെങ്കിൽ ആ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്ത വാല്യൂ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യുക. 1010 റീസെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ അഗെയിൻ നെക്സ്റ്റ് ക്ലോക്ക് പൾസ്. അപ്പോൾ നെക്സ്റ്റ് ക്ലോക്ക് പൾസിന് ഇനി ഒരു ബിറ്റൂടെ ബാക്കിയുള്ളൂ. സോ ലാസ്റ്റ് ബിറ്റ് അല്ലേ? 1011 ആ ബിറ്റ് ചേഞ്ച് ചെയ്യുക. 1011. സോ ദിസ് ഈസ് ദ ന്യൂ വാല്യൂ. അപ്പോൾ ഇതിനെ വീണ്ടും നമ്മൾ DACയിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് DAC വിൽ ജനറേറ്റ് ദ കറസ്പോണ്ടിങ് അനലോഗ് വോൾട്ടേജ് 11 വോൾട്ട് അല്ലേ? സോ ഇറ്റ് വിൽ ജനറേറ്റ് 11 വോൾട്ട്. സോ ഈ 11 വോൾട്ട് ആയിരിക്കും ഇങ്ങോട്ട് പാസ് ചെയ്യുക 11. സോ ഇനി ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ അഗെയിൻ നെഗറ്റീവ് ടെർമിനൽ വാല്യൂ ഗ്രേറ്റർ ആണ്. Is it? 10.3 is less than 11. അപ്പോൾ കമ്പാരറ്ററിൻ്റെ ഔട്ട്പുട്ട് ഇറ്റ് വിൽ ബി ലോജിക്കലി 0. സോ കമ്പാരറ്റർ ഔട്ട്പുട്ട് വിൽ ബി ലോജിക്കലി 0. അപ്പോൾ 0 ആണെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്ത ബിറ്റിനെ റീസെറ്റ് ചെയ്യുക. റീസെറ്റ് ചെയ്യുമ്പോൾ ഈ 1 അപ്പോൾ നമുക്ക് റീസെറ്റ് ചെയ്യണം. സോ ദിസ് വിൽ ബി 1010. സോ ദിസ് വിൽ ബി the output that is the converted, digitally converted value, ADC, analog to digitally converted value. So നമ്മൾ അസ്യൂം ചെയ്ത അനലോഗ് വാല്യൂ 10.3 ആയിരുന്നു അല്ലേ? ഇതായിരുന്നു നമ്മൾ അസ്യൂം ചെയ്ത അനലോഗ് വാല്യൂ. സോ ദിസ് 10.3 ഈസ് കൺവേർട്ടഡ് ടു ദ ഡിജിറ്റൽ വാല്യൂ 1010. സോ ഓൾമോസ്റ്റ് അതിന് പ്രൊപ്പോർഷണൽ ആയൊരു വാല്യൂ 1010 നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഇവിടെ ലഭിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ. So the operating principle is simple, and the best advantage with this successive approximation ADC is that conversion time വളരെ ഷോർട്ടറാണ്. മോസ്റ്റ് ഓഫ് ദി അവൈലബിൾ ADCs ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു കൺവേർഷൻ ടൈം സ്പീഡ് വളരെ കൂടുതലാണ്. കൺവേർഷൻ ടൈം ഷോർട്ടറാണ്. ആൻഡ് കൺവേർഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ this is EOC, end of signal, end of conversion. സോ കൺവേർഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കൺട്രോൾ ലോജിക് ഈ EOC എന്ന സിഗ്നലിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. EOC ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ we can get the data out, binary output. We can get the data out through the output lines. അതായത് ഡിജിറ്റലി കൺവേർട്ട് ചെയ്ത ഡേറ്റ നമുക്ക് ഔട്ട്പുട്ട് ലൈൻസിലൂടെ പുറത്തേക്ക് എടുക്കാം. സോ ദിസ് ഈസ് ദ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സക്സസീവ് അപ്രോക്സിമേഷൻ ADC. സോ ADCs ആസ് വെൽ ആസ് DACസിൻ്റെ ടൈപ്സ് ആയിരുന്നു നമ്മൾ പ്രീവിയസ് സെഷൻസിൽ ഡിസ്കസ് ചെയ്തത്. ടൈപ്സിനോടൊപ്പം തന്നെ നമ്മളതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. സോ DAC ADC ടോപ്പിക്സിൻ്റെ ഡിസ്കഷൻ നമ്മൾ ഈ ഒരു ടോപ്പിക്കിനോടുകൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. സോ താങ്ക് യു ഫോർ ലിസണിങ്.